അതേസമയം ഈ ഉയർന്നു വരുന്ന വിവാദത്തിൽ പ്രശ്നം പരിഹരിച്ചതിനു ശേഷവും കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിയും പ്രതിപക്ഷ നേതാവും വർഗീയവൽക്കരണ ശ്രമങ്ങൾ നടത്തുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചു. വിവാദം നിർഭാഗ്യകരമായി പോയെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. അല്ല, മന്ത്രി കൃത്യമായ നിലപാട് സ്വീകരിച്ചു. അവിടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ ചേർന്ന് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്ന നില വന്നതിന് ശേഷം വേറെ പ്രശ്നത്തിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ മന്ത്രിക്ക്. അതിലേത് ജാതി ഏത് മതം എന്നൊന്നും വ്യത്യാസമില്ലാത്ത രീതിയിൽ അവർക്ക് അവരുടേതായ താല്പര്യത്തിനനുസരിച്ച് വസ്ത്രം ധരിക്കാനൊക്കെയുള്ള അവകാശമുണ്ട്. ആ പ്രശ്നം ഏതാണ്ട് പരിഹരിക്കപ്പെട്ടതിന് ശേഷം അതിനെ വർഗീയവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ജമാഅത്തെ ഇസ്ലാമിയും SDP-യും കോൺഗ്രസും പ്രതിപക്ഷ നേതാവും എല്ലാം ചേർന്ന് വേറൊരു ഭാഗത്ത് നടത്തുകയാണ്. നിയമം അനുസരിച്ച് വരികയാണെങ്കിൽ എന്നാ പറഞ്ഞത്. എന്ത് നിയമമാണത്? ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം മുടങ്ങിയത് അത് വളരെ വളരെ നിർഭാഗ്യകരമായി കേരളത്തിൽ സംഭവിച്ചുകൂടാത്ത ഒന്നാണ്. ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്ത ഒന്നുമാണ്. പൊതുസമൂഹം ഇതിനെ അങ്ങേയറ്റം നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. എന്തായാലും ആ വിവാദം വീണ്ടും വിവാദത്തിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ബേസിക് ആയിട്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള അവകാശം അതെന്ത് കാരണത്തിലായാലും നിഷേധിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്